മർക്കോസ് അധ്യായം 4. യേശു തടാക തീരത്തുവെച്ച് വീണ്ടും അവരെ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. വലിയൊരു ജനക്കൂട്ടം വന്നുകൂടിയതിനാൽ അദ്ദേഹം തടാകത്തിലുണ്ടായിരുന്ന ഒരു വഞ്ചിയിൽ കയറിയിരുന്നു. തീരത്ത് വെള്ളത്തിനരികെ വരെ ജനങ്ങൾ നിന്നിരുന്നു. ഉപമകളിലൂടെ അദ്ദേഹം പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. ഉപദേശ രൂപത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: കേൾക്കുവിൻ, ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ കുറെ വിത്ത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറയുള്ള സ്ഥലങ്ങളിൽ വീണു. അവിടെ അധികം മണ്ണില്ലായിരുന്നു. മണ്ണ് കുറവായതുകൊണ്ട് വിത്ത് വേഗം കിളിർത്തു പൊങ്ങി. എന്നാൽ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ ചെടികൾ വാടുകയും വേരില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോവുകയും ചെയ്തു. ചില വിത്തുകൾ മുള്ളുകൾക്കിടയിൽ വീണു. മുള്ളു വളർന്നു ചെടികളെ ഞെരുക്കിയതുകൊണ്ട് അവ ഫലം പുറപ്പെടുവിച്ചില്ല. എന്നാൽ ചില വിത്തുകൾ നല്ല മണ്ണിൽ വീണു. അവ മുളച്ചു വളർന്നു 30, 60, 100 മേനി വിളവ് നൽകി. പിന്നെ യേശു പറഞ്ഞു: കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അദ്ദേഹം തനിച്ചായപ്പോൾ 12 ശിഷ്യന്മാരും ചുറ്റുമുണ്ടായിരുന്ന മറ്റുള്ളവരും ആ ഉപമകളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു: ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പുറത്തുള്ളവരോട് എല്ലാം ഉപമകളിലൂടെ പറയുന്നു. അവർ കണ്ടിട്ടും ഗ്രഹിക്കുന്നില്ല. അവർ കേട്ടിട്ടും തിരിച്ചറിയുന്നില്ല. അല്ലെങ്കിൽ അവർ മനം തിരിയുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു: ഈ ഉപമ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? എങ്കിൽ മറ്റു ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. ചിലർ വഴിയരികിലെ വിത്തുപോലെയാണ്. അവർ വചനം കേട്ട് കഴിയുന്ന മാത്രയിൽ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നു. മറ്റുള്ളവർ പാറസ്ഥലത്ത് വിതച്ച വിത്തുപോലെ വചനം കേൾക്കുകയും ഉടൻ തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർക്ക് വേരില്ലാത്തതുകൊണ്ട് അല്പസമയത്തേക്ക് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. വചനം മൂലം ക്ലേശമോ പീഡനമോ ഉണ്ടാകുമ്പോൾ അവർ അതിവേഗം വീണുപോകുന്നു. മറ്റു ചിലർ മുള്ളുകൾക്കിടയിൽ വിതച്ച വിത്തുപോലെ വചനം കേൾക്കുന്നു. എന്നാൽ ഇഹലോക ജീവിതത്തിന്റെ ചിന്താകുലങ്ങളും ധനത്തിന്റെ ആകർഷണവും ഇതര മോഹങ്ങളും ഉള്ളിൽ കടന്ന് വചനത്തെ ഞെരുക്കി ഫലശൂന്യമാക്കി കളയുന്നു. മറ്റുള്ളവർ നല്ല മണ്ണിൽ വിതച്ച വിത്തുപോലെ വചനം കേൾക്കുകയും സ്വീകരിക്കുകയും 30, 60, 100 മടങ്ങ് വിളവ് നൽകുകയും ചെയ്യുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു: നിങ്ങൾ വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വെക്കാനാണോ? തണ്ടിന്മേലല്ലേ അത് വെക്കേണ്ടത്? ഒളിച്ചു വച്ചിരിക്കുന്നതെല്ലാം വെളിപ്പെടുത്തപ്പെടേണ്ടതാണ്. മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതാണ്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. അദ്ദേഹം തുടർന്നു: നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും. അതിൽ കൂടുതലും കിട്ടും. ഉള്ളവന് അധികം നൽകപ്പെടും. ഇല്ലാത്തവനിൽ നിന്ന് അവനുള്ളതുകൂടി എടുത്തു കളയും. അദ്ദേഹം വീണ്ടും പറഞ്ഞു: ദൈവരാജ്യം ഒരു മനുഷ്യൻ നിലത്ത് വിത്ത് വിതറുന്നതിന് തുല്യമാണ്. രാത്രിയും പകലും അയാൾ ഉറങ്ങിയും ഉണർന്നും ഇരിക്കെ വിത്ത് മുളച്ചു വളർന്നു വരുന്നു. എങ്ങനെയെന്ന് അയാൾ അറിയുന്നില്ല. ആദ്യം തണ്ട്, പിന്നെ കതിർക്കുല, പിന്നെ കതിർക്കുലയിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി സ്വയമായി ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നു. ധാന്യം വിളഞ്ഞാൽ ഉടനെ കൊയ്ത്തുകാലം വന്നതുകൊണ്ട് അയാൾ അതിന് അരിവാൾ വെക്കുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു: ദൈവരാജ്യത്തെ എന്തിനോട് സദൃശ്യപ്പെടുത്താം? അല്ലെങ്കിൽ ഏത് ഉപമയാൽ അതിനെ വിശദീകരിക്കാം? അതൊരു കടുകുമണിയോട് സദൃശ്യം. അത് നിങ്ങൾ മണ്ണിൽ നടുന്ന വിത്തുകളിൽ ഏറ്റവും ചെറുതാണ്. എങ്കിലും നട്ടുകഴിഞ്ഞാൽ അത് വളർന്ന് ഉദ്യാനത്തിലെ ചെടികളിൽ ഏറ്റവും വലുതായി തീരുകയും ആകാശത്തിലെ പക്ഷികൾ അതിന്റെ തണലിൽ കൂടുവയ്ക്കത്തക്ക വിധം വലിയ ശാഖകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധം ഇതുപോലെയുള്ള അനേകം ഉപമകളിലൂടെ യേശു അവരോട് വചനം സംസാരിച്ചു. ഉപമകളിലൂടെയല്ലാതെ അദ്ദേഹം അവരോട് ഒന്നും പറഞ്ഞില്ല. എന്നാൽ അദ്ദേഹം തന്റെ ശിഷ്യന്മാരോടുകൂടെ തനിച്ചായിരുന്നപ്പോൾ അവർക്കെല്ലാം വിശദീകരിച്ചു കൊടുത്തു.
അന്നു വൈകുന്നേരം അദ്ദേഹം ശിഷ്യന്മാരോട് നമുക്ക് മറുകരയ്ക്ക് പോകാം എന്നു പറഞ്ഞു. ജനക്കൂട്ടത്തെ വിട്ട് അവർ ഇരുന്ന വഞ്ചിയിൽ തന്നെ അദ്ദേഹത്തെ മറുകരയിലേക്ക് കൊണ്ടുപോയി. മറ്റു വഞ്ചികളും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഉഗ്രമായൊരു കൊടുങ്കാറ്റുണ്ടായി. തിരകൾ വഞ്ചിയിൽ ആഞ്ഞടിച്ചു. അത് മുങ്ങാറായി. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അദ്ദേഹത്തെ ഉണർത്തിയിട്ട്, ഗുരു, ഞങ്ങൾ നശിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് കാറ്റിന് ശാസിച്ചു തിരകളോട്, അടങ്ങുക, ശാന്തമാകുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ കാറ്റു നിലച്ചു, വലിയ ശാന്തത ഉണ്ടായി. നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ഇദ്ദേഹം ആരാണ്? കാറ്റും കടലും പോലും ഇദ്ദേഹത്തെ അനുസരിക്കുന്നുവല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു.